പത്തനംതിട്ട കടമനിട്ടയിൽ സ്കൂൾ വളപ്പിലെ പഴയ കെട്ടിട ഭാഗങ്ങൾ തകർന്നു വീണു. കടമനിട്ട സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പഴയ കെട്ടിട ഭാഗങ്ങളാണ് തകർന്നത്. കഴിഞ്ഞ രാത്രിയിലായിരുന്നു സംഭവം. പത്തനംതിട്ട ഇത് 2 വർഷമായിട്ട് കുട്ടികൾ പഠനത്തിന് ഉപയോഗിക്കുന്ന ഒരു ബിൽഡിംഗ് അല്ല. ഇത് 2 കൊല്ലത്തിന് മുമ്പ് നമ്മൾ പുതിയ ബിൽഡിംഗ് പണിഞ്ഞപ്പോൾ അവിടെ മാറിയതാണ്. നവകേരള സദസ്സിലെ നാട്ടുകാരൊരു പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പൊളിച്ചു മാറ്റി ഗ്രൗണ്ട് ആക്കണമെന്ന്, ഇതിൻ്റെ അപകടസ്ഥിതി വളരെ മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ PTയും പഞ്ചായത്തും SMC എല്ലാം കൂടി തീരുമാനിച്ചതായിരുന്നു ഇത് പൊളിച്ചു മാറ്റണം. പൊളിച്ചു മാറ്റിയിട്ടൊരു മനോഹരമായ ഗ്രൗണ്ട് ആക്കണം. 40 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ബിൽഡിങ്ങാണ്. പൊളിച്ചു മാറ്റണം എന്നുള്ള ഒരു അഭ്യർത്ഥന വെച്ചായിരുന്നു. സർക്കാരിൻ്റെ നൂലാമാലകളിൽപ്പെട്ട് ഇതെപ്പോഴും താമസം വരികയാണ്. മിഥുൻ മുരളി ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്ന് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാനായി. മിഥുൻ, എന്താണ് സംഭവിച്ചത്? വിശദാംശങ്ങൾ. വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടമാണിത്. ഇന്നലെ രാത്രിയാണ് കടമനിട്ട ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പഴയ കെട്ടിടം മഴയത്ത് തകർന്നു വീണത്. തുടർച്ചയായ മഴ ഉണ്ടായിരുന്നു. വർഷങ്ങളുടെ പഴക്കം ഈ കെട്ടിടത്തിന് ഉള്ളതുകൊണ്ട് തന്നെ ഈ മഴയിൽ പൂർണ്ണമായും കെട്ടിടം നിലം പതിക്കുകയാണ്. 2 വർഷമായിട്ട് ഈ ക്ലാസ്സുകളൊന്നും പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഉപയോഗശൂന്യമായ കെട്ടിടം മാറ്റി വച്ചിരിക്കുകയായിരുന്നു. അവിടെ വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് ഈ കെട്ടിടം ഉപയോഗിച്ചിരുന്നില്ല 2 വർഷമായിട്ട്. പക്ഷേ ഇത് പൂർണ്ണമായിട്ടും പൊളിച്ചു നീക്കണമെന്ന് സ്കൂൾ അധികൃതരും പഞ്ചായത്തും ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് പരാതി ഉയരുന്നത്. പഞ്ചായത്ത് അംഗമാണ് നേരത്തെ പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്നതും വർഷങ്ങൾ 40 വർഷത്തിന് മുകളിലായി ഈ കെട്ടിടം ഇങ്ങനെ എപ്പോൾ വേണമെങ്കിലും നിലപതിക്കുമെന്ന അവസ്ഥയിലായതുകൊണ്ട് തന്നെ പരാതികൾ നിരവധിയായിട്ട് ഉയർന്നിരുന്നു. ഇത് പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ പൊളിച്ചു മാറ്റാൻ തയ്യാറാകാതിരുന്നത് അപകട ഭീഷണി ഉയർത്തുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് പരാതിയായി ഉയർന്നു വന്നത്. സ്കൂൾ കെട്ടിടം തകർന്നു വീണത് രാത്രി ആയതുകൊണ്ടാണ് വൻ അപകടം ഒഴിവായത്. കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ട് തകർന്നു വീണ കെട്ടിടത്തിന്റെ സമീപമാണുള്ളത്. തകർന്ന കെട്ടിടത്തിന്റെ വരാന്തയിലാണ് കുട്ടികൾ മിക്ക സമയത്തും വിശ്രമിക്കാനൊക്കെ എത്തുകയും ചെയ്യുന്നതാണ്. ഇതൊക്കെ വലിയ അപകടം ഉണ്ടാക്കുന്ന സാഹചര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അധികൃതർ നേരത്തെ പൊളിച്ചു നീക്കാത്തത് വലിയ പരാതിക്ക് വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് പരാതിയായി ഉയർന്നത്.